ഹലോ, കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ജ്വല്ലറി കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായി കാണിച്ചു തരും, അത്ര കാര്യമൊന്നും ഇല്ല. കുറച്ച് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന സാധനങ്ങൾ എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര കാണിക്കാൻ മടിയായിരുന്നു. പക്ഷേ പിന്നെയും ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ 2 പാട്ടകൾ, ഒരു ഐസ്ക്രീം പെട്ടി, ഒരു ബിസ്ക്കറ്റിന്റെ പെട്ടിയും, പിന്നെ കുഞ്ഞി കാർഡ്ബോർഡിന്റെ പെട്ടിയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഐസ്ക്രീം പെട്ടി എടുക്കാം. അല്ല, ആദ്യം നമുക്ക് ആ ബിസ്ക്കറ്റ് പെട്ടിയാണ്. ഐസ്ക്രീം പെട്ടിയല്ല, തെറ്റിപ്പോയല്ലേ. ഇത് ബിസ്ക്കറ്റ് പെട്ടിയാണ്, ഐസ്ക്രീം പെട്ടിയല്ല. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു പെട്ടിയുണ്ട്. പെട്ടിക്കകത്ത് ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിക്കകത്ത് മീഷോന്ന് മേടിച്ചതാണ് ഞാൻ. മീഷോന്ന് എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു മാല. എന്താ വെയിറ്റ് ഒന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ, അത്യാവശ്യം രസമുണ്ട്. അപ്പം ഞാനത് വാങ്ങി ഈ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഈ പെട്ടിക്കകത്താണ് കിട്ടീനി. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതെന്നാ? ഓ, ഇത് മുള്ളൂത്തിയാണ്. നമ്മൾ കണ്ണൂരിൽ മുള്ളൂത്തി എന്ന് പറയും. കണ്ണൂരിൽ സേഫ്റ്റി പിന്നില്ലേ, സേഫ്റ്റി പിൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു വളയുണ്ട്, ഇതുപോലെ. സ്പ്രിങ് അല്ല, നിറയെ വളകൾ ഒരുമിച്ചാക്കിയിട്ടുള്ള ഒരു വള. ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഒരു വളയുണ്ട്. പിന്നെ വേറെ ഉണ്ട് ഒരു 3, 4 നല്ല കല്ല് വെച്ച വെറുതെ ഫാൻസി ടൈപ്പ് വളയാണ്. അയ്യോ, ഇതിൻ്റെ അകത്തൊരു സാധനം വന്നു. നമ്മളെ ഐബ്രോ അല്ല, നമ്മളെ ഈ പീലി ഇങ്ങനെ ആക്കുന്ന പ്രസ് ചെയ്യുന്ന ഒരു സാധനമില്ലേ, അത് ഇതിൻ്റെ അകത്ത് ആയിപ്പോയതാ. പിന്നെ എനിക്ക് 2 പാദസരമുണ്ട്. അപ്പോൾ ആ 2 പാദസരമുണ്ട് ഇതിനകത്ത്. ഇല്ല, 2 കിലോ. അമ്മക്ക് 2 അത് കമ്മൽ. വീഡിയോ എടുക്കട്ടെ അമ്മ. പഞ്ഞി എന്റെ തലയും കാണുന്നുണ്ട്. നോക്കിട്ടെ, കുഞ്ഞി തല ആടെ നോക്ക്. വേണ്ട. അപ്പോ 2 പാദസരമുണ്ട്. എന്താ പാദസരം കിളികിളിയിട്ട് നല്ല പണ്ടത്തെ സാധാരണ ഒരു ഡിസൈനുള്ള ഒരു വെള്ളിൻ്റെ പാദസരം. പിന്നെ എൻ്റെ ബെസ്റ്റി, എൻ്റെ ദിവ്യ തന്ന പാദസരം. ദിവ്യ തന്ന ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു പാദസരം ഈ പെട്ടിനകത്ത്. ഇത് മറ്റേ കല്യാണത്തിനെല്ലാം ഇടാൻ പറ്റുന്ന ഇതിനൊരു സെറ്റ് മാലയുണ്ട്. സ്റ്റഡ് കമ്മലുണ്ട്. സ്റ്റഡിൻ്റെ സാധാരണ ഒരു സ്റ്റാറിൻ്റെ. പക്ഷെ എനിക്ക് ഈ ഹാങ്ങിങ് കമ്മലിനെക്കാട്ടിയും ഇഷ്ടവും ഞാൻ ഉപയോഗിക്കുന്നതും സ്റ്റഡ് ഇയറിങ്സ് ആണ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. അങ്ങനത്തെ എനിക്ക് എപ്പോൾ ഞാൻ ഇടുന്നതും അങ്ങനത്തെ തന്നെയാണ്. ഇതിപ്പോൾ ഈ അടുത്ത് ഞാൻ മേടിച്ചതായിരുന്നു ഈ ഒരു സ്റ്റഡ് കമ്മൽ. നിറയെ കല്ല് വെച്ചിട്ടുള്ള, അത് നല്ല രസമുണ്ട്. അത് ആമസോണിലാണ് വാങ്ങിയത്. മിക്ക സാധനം ആമസോൺ തന്നെയാണ് വേണ്ടത്. പിന്നെ ഒരു കൂട്ടം കമ്മലുണ്ട്. ഇത് 10 സെറ്റ് കമ്മലാണ്. അതും ഇതിപ്പോൾ ഞാൻ അടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാ. ഈ നമ്മളെ ജുംക്കിയില്ലേ, കുഞ്ഞു ജുംക്ക, ഇതുപോലത്തെ. ഫോക്കസ്. ഈ ഒരു കുഞ്ഞു ജുംക്ക ഇങ്ങനത്തെ 10 കളറുണ്ട്. പച്ച, മഞ്ഞ, ഓറഞ്ച്, റോസ്, റെഡ്. അങ്ങനെ ഞാനൊരു 10 ഈ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായി. അതാണിത്. ഇതൊരു പാക്കറ്റ് ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഫുൾ കുടുങ്ങി പോവല്ലേ. പിന്നെ ദിവ്യ തന്നത് തന്നെ വീണ്ടും വെൽവെറ്റിൻ്റെ. ഇതെല്ലാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ കമ്മലുകൾ ഇതിൻ്റെ അകത്തുള്ള മിക്ക കമ്മലുകളും ഒരു 8-9 വർഷം മുമ്പുള്ളതായിരിക്കും. 8 വർഷം. ഇതെല്ലാം 8 വർഷം മുമ്പുള്ളത് ഇവള് തന്നത്.
അത് ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. കളഞ്ഞിട്ടില്ല എന്നല്ല, ഞാനിപ്പോൾ ഉപയോഗിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റഡ് പോയി നീ എൻ്റെ കല്ലല് എന്താ കുറേ സ്റ്റഡാണ്. ഇനി ഒരു ജുംക്ക കല്ല് വെച്ചൊരു കുഞ്ഞു ജുംക്കയുണ്ട്. ഇതുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലിട്ടെ ഫസ്റ്റത്തെ ഗെറ്റ് റെഡിയിൽ ഇട്ട കമ്മല്. ഇത് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കളിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ല ബോംബെന്ന് എൻ്റെ ഫ്രണ്ട് ഒരു ശ്വേതയുണ്ട്. എൻ്റെ ഫ്രണ്ട് ശ്വേതയുണ്ട്. അപ്പോൾ അവൾ അയച്ചു തന്നതാ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ സമയത്ത്. നല്ല കമ്മലാണ്. 1-2 പ്രാവശ്യം ഇട്ടു. പിന്നെ ഇടാൻ അവസരം വരണ്ടേ. അപ്പോൾ അത്രയാണ് ഈ പെട്ടിക്കകത്തുള്ളത്. നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തന്നു. ഇത്രയാണ് ഈ പെട്ടിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഈ പെട്ടി അങ്ങോട്ട് മാറ്റാം. ഇനി നമ്മളുടെ ഐസ്ക്രീം പെട്ടി എടുക്കാം. ഇത് ഐസ്ക്രീം പെട്ടിയല്ലേ? ഐസ്ക്രീം പെട്ടീനകത്തൊരു കുഞ്ഞു പെട്ടിയുണ്ട്. ഈ കുഞ്ഞു പെട്ടീനകത്ത് പുരാതന കാലത്തെ കളറ് പോയിട്ടുള്ള പലതരത്തിലുള്ള മോതിരങ്ങൾ. പുരാതന കാലത്തെ കളറ് പോയ കുറേ കമ്മലല്ല, കുറേ മോതിരങ്ങൾ. ഇതെല്ലാം എടുക്കുന്നത് മോതിരം. കുറേ മോതിരങ്ങളുണ്ട്. നല്ലതുണ്ട്, മോശമുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സൂക്ഷിച്ചിരിക്കാനുള്ള കാരണം ഈ ഒരു മോതിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജനയുണ്ട്, അവളെ കണ്ടു. അപ്പം അവള് എനിക്ക് വാങ്ങിച്ചത്. ഇടലെല്ലാം ഉണ്ട്, കളറ് പോയിട്ടൊന്നുമില്ല ആ മോതിരത്തിൻ്റെ. ഇതിൻ്റെ അകത്തൊരു കണ്ണാടി ഉണ്ട്. ഒരു കണ്ണാടി ഉണ്ട്. ഇതും ഈ ഒരു മാലയും എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നതാ, ശ്വേത. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മംഗൾസൂത്രം എന്നെല്ലാം പറയില്ലേ, ആ ഒരു സംഭവം. ഇത് മംഗൾസൂത്രം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇവിടെ ഫുൾ കല്ലായിട്ട് ഇത് കരിമണി പോലെയുള്ളത് നല്ല ഭംഗിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ 2 ബ്രേസ്ലെറ്റാണ് ഉള്ളത്. പ്രധാനമായിട്ടും 2 ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് സ്വിസ് ഗോൾഡ് എന്നെല്ലാം പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇതാ. നമുക്ക് ഏത് ഡ്രസ്സിനും സ്യൂട്ടാവുന്ന ബ്രേസ്ലെറ്റാണ്. നല്ല ഭംഗിയുള്ളതാണ്. ഇതും ഒരു 5-6 കൊല്ലമായി ഞാനത് വാങ്ങിയിട്ട്. അതേ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. 5-6 കൊല്ലമായി. ഇത് ഒരു കല്ല് വെച്ചൊരു ബ്രേസ്ലെറ്റ്. കണ്ട നല്ല തിളക്കായിരിക്കും ഇട്ട. എൻ്റെ കൈക്ക് അങ്ങനെ പൊതുവേ വലിയ അത് മുടിക്കിടുന്നയാളാ. അതാണ് ബ്രേസ്ലെറ്റ് അങ്ങനെ മാച്ച് ചെയ്യില്ല, എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇടും. ആഗ്രഹം ഉണ്ടാവില്ലേ ബ്രേസ്ലെറ്റ് ഇടാൻ. ഒരു മോതിരമുണ്ട്. ഇത് എപ്പാ വാങ്ങിയെന്ന് ഓർമ്മയില്ല. പിന്നെ ഇത് ഒരിക്കൽ മീഷോന്ന് വാങ്ങിയത്. നമുക്ക് കുറേ മോതിരം ഒപ്പരം വാങ്ങിക്കാമല്ലോ മീഷോയിൽ. ഇങ്ങനെ 5 പേരിലും 6 പേരിലും ഇടാൻ പറ്റുന്ന മോതിരങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ വാങ്ങിയതാണ്. അതിൻ്റെ അകത്ത് 2-3 ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഒരു പെട്ടിയിൽ ഐസ്ക്രീം പെട്ടിക്കകത്ത് വേറൊരു പെട്ടി. ആ ഒരു പെട്ടിയിനകത്തുള്ളതാണ് ഇത്. ഈ ഐസ്ക്രീം പെട്ടിയിലുള്ളത് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഡ്രസ്സിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു മോതിരായിരുന്നു. അച്ഛനപ്പുറം പോയാലും വാങ്ങി കടയിൽ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ എല്ലാം കമ്മലിട്ടാൽ എന്നെ കാണാൻ വൃത്തിയുണ്ടാവും. നിങ്ങൾ പറയണേ. ഞാൻ ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചു എന്നല്ലാണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് മീഷോയിൽ പൊതുവെ പൈസ കുറവല്ലേ കമ്മലിൽ. അങ്ങനെ ഇത് കണ്ടാലും ഒരു ദിവസം വാങ്ങിയത്. നല്ല രസമുണ്ടോ? ഇത് വൃത്തിയില്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് അറിയാനാണ് എനിക്ക് മാച്ചിങ് ഉണ്ടോ. പിന്നെതാ വീണ്ടും ഒരു കമ്മൽ. ആമസോണിൽ നിന്ന് വാങ്ങിയ മോതിരം. നല്ല മോതിരം, കാണാൻ നല്ല രസമുള്ള മോതിരമായിരുന്നു. എനിക്ക് രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലല്ലോ. ഇതൊരു കമ്മല്.
ഇത് മുടിക്കിടുന്നതാണ്. ജ്വല്ലറി കളക്ഷനിൽ മുടിക്കിടുന്നതും വന്നു. കല്യാണത്തിന് വാങ്ങിയത്. എൻ്റെ കല്യാണത്തിന് ഞാൻ മുടിക്കിട്ടതാണിത്. എൻ്റെ കല്യാണത്തിന് മുടിക്കിട്ടതാ ഇത്. കണ്ടാ? എന്റെ കല്യാണത്തിന് സാരി കിട്ട പിന്നെ സാരി പിന്നില്ലേ, സേഫ്റ്റി പിന്നെ കല്ല് വെച്ചതായിരിക്കും. നമ്മളെ കല്യാണത്തിന്റെ കല്ല് വെച്ചതായിടല്. ഇപ്പൊ എങ്ങനെയാമോ അറിയില്ല. അത് മുടിക്കിടുന്നല്ലോ ഉണ്ട് ഇന്നത്തെ. പിന്നെ 2 കമ്മലുണ്ട്. മുടിക്കിടേണ്ടത് മുട്ടാമ്പിളി പോലെ തന്നെ ഉണ്ട്. വലിയുണ്ട് കമ്മൽ. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അടുക്കല്ല പൊട്ടിപ്പോടാ പൊട്ടിപ്പോ. അത് അതൊന്നും എടുത്ത് കളയാറേ, പൊട്ടിപ്പോ. പഴയതാണ്, അമ്മ സൂക്ഷിച്ചു വെച്ചതാണ്. ഇല്ല, അത് ഓനല്ലേ തുറന്നിട്ടിന്. ഈ കമ്മലുണ്ട്. ഇത് സ്റ്റഡ് കമ്മലാണ്. പിന്നെ ഒരു മോതിരം. പിന്നെതാ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ടായി. ആ ഒരു മോതിരം, ആ സ്വിസ് ഗോൾഡ് ഞാൻ പറഞ്ഞ. പിന്നെ ഒരു ഹെയർ പിന്ന്. ഈ പെട്ടിയും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഐസ്ക്രീം പെട്ടീന്റെ ആയി. ഇനിയുള്ളത് നമുക്കൊരു ഈ ഒരു പെട്ടിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ പെട്ടി, പുതിയ സാധനങ്ങളുള്ള പെട്ടി. 2 വളയുണ്ട്, 2 റൂബി വളയുണ്ട്. കുറേ പേര് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കമ്മൽ എവിടുന്ന വാങ്ങിയത്. ഇത് മിന്ത്ര പ്രോഡക്റ്റ്, മിന്ത്രയിൽ വാങ്ങിയ കമ്മലാണ്. അപ്പൊ ഇത് 2-3 കമ്മൽ ഈ അടുത്തൊരു കല്യാണ സമയത്ത് നമ്മളല്ല ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്മല് ഈ ഒരു ജുംക്കയുണ്ട്. സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം അതുകൊണ്ട് പാക്കറ്റ് തന്നെ ഇരിക്കണം. അതേപോലെ വേറൊരു ജുംക്കയുണ്ട്. ഇതുവരെ ഇടാത്തൊരു ജുംക്ക. ഇത് ഇത്രയും വളയുണ്ട്. അത് ഈ അടുത്ത് വാങ്ങിയ ഒരു സെറ്റും വേറൊരു സെറ്റും കൂടിയിട്ട് മിക്സ് ചെയ്താണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും വളയുണ്ട്. ഒരു ലോക്കറ്റ് ഉണ്ട്. ഇത് ഏതോ ഒരു ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ഇപ്പൊ ഒന്നും ആയിട്ടില്ല. മറ്റേ AD ഇല്ലേ, ADന്റെ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, AD, അതിൻ്റെ ഒരു ലോക്കറ്റ്. ഇത് എൻ്റെ ഒരു അനിയത്തിൻ്റെ കല്യാണം എൻഗേജ്മെന്റ് ഉണ്ടായില്ല ഒരു 5 കൊല്ലം മുമ്പ്, അന്നേരം വാങ്ങിയതാണ്. കഴിഞ്ഞു. അങ്ങനെ 3 പെട്ടിയിലുള്ള ജ്വല്ലറി കളക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതിനകത്തുനിന്നുള്ള ഇത് മുടിക്കിടുന്നില്ല, അത് വേണ്ട. അപ്പൊ ഇത്രയാണ് ജ്വല്ലറി കളക്ഷൻ. കാണാൻ ആഗ്രഹിച്ചവർക്ക് കാണാനുള്ള എന്റെ ജ്വല്ലറി കളക്ഷൻ ഇതാണ്. പിന്നെ കുറച്ച് മാലയും വളയിലുള്ളത് നാട്ടിൽ കുറച്ചുണ്ട്, കണ്ണൂർ വീട്ടിൽ. അപ്പൊ ഇത്രയാണ് എന്റെ ജ്വല്ലറി കളക്ഷൻ. കുറേ ദിവസമായിട്ട് ചോദിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമായില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യലും ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾക്ക് കമന്റ്സ് എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇതുപോലത്തെ ചെയ്യണോ, വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റ്സ് പറയാം. നമുക്ക് നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.